ജാനകിയുടെയും അബിയുടെയും വീട് ഇന്നത്തെ എപ്പിസോഡിന്റെ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിന്റെ തുടക്കത്തിൽ ഹണി റോസ് ഫോണിൽ സംസാരിക്കുന്ന രംഗങ്ങൾ കാണിച്ചുകൊണ്ടാണ് ആരംഭിക്കുന്നത്. ഹണി റോസ് പറയുകയാണ്, നോക്കട്ടെ, ഹണി റോസ് എന്ത് കളിക്കിറങ്ങിയാലും നഷ്ടങ്ങൾ ഓർത്ത് വേദനിക്കാറില്ല. ശരി, നാളെ നമുക്ക് കാണാം. സ്ഥലവും സമയവും നാളെ ഞാൻ അറിയിക്കാം. തുടർന്ന് ഫോൺ കട്ട് ചെയ്യുമ്പോൾ മരിയ വന്നിട്ട് പറയുകയാണ്, ഞാൻ വിചാരിച്ചത് അജയുടെ ഫോണായിരിക്കുമെന്ന, അല്ല ശരൺ. അപ്പോൾ വീണ്ടും മരിയ ചോദിക്കുകയാണ്, ഹണി അളകാപുരിയിലേക്ക് പോയത് അജയ് അറിഞ്ഞിട്ടുണ്ടാവില്ലേ? അജയ് വിളിച്ചിട്ടുമില്ല. അതിന് ഹണി റോസ്, അപർണ അത് അജയോട് പറഞ്ഞിട്ടുണ്ടാവില്ല. അല്ല ഹണി, അജയ് ഇപ്പോൾ വീട്ടിലേക്കല്ലേ പോയിരിക്കുന്നത്, ഇനി എന്താണ് നിന്റെ അടുത്ത നീക്കം? അജയോട് കാര്യങ്ങൾ വെട്ടിത്തുറന്ന് പറയണം. ഇച്ഛായന്റെ സമ്മതത്തോടെ ഞങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കണം. ഞാൻ ബിസിനസ് ചവിട്ടിപ്പിടിച്ചത് അജയെ ഞാൻ വെട്ടിയ വഴിയിലേക്ക് കൊണ്ടുവരാനല്ലേ? ആ പൊട്ടിപ്പെണ്ണിനെയും കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കാതെ കൂടുതൽ ഉയരത്തിലേക്ക് പറക്കണമെങ്കിൽ അജയ് വരും. അത് കേട്ടിട്ട് മരിയ പറയുകയാണ്, നീ അടുത്തത് ചെയ്യേണ്ടത് എന്താണെന്ന് ഞാൻ പറയാം. നീ നിരഞ്ജനയുടെ മുൻപിലേക്ക് ചെല്ലേണ്ട സമയമായി. ഇനി പതുങ്ങിയിരുന്നിട്ട് കാര്യമില്ല. നഷ്ടപ്പെടുത്താൻ നമുക്ക് സമയവുമില്ല. ശരിയാണ്. നിരഞ്ജനയെ കണ്ടിട്ട് അജയുമായിട്ടുള്ള ബന്ധം വെളിപ്പെടുത്തണം. മനസ്സുകൊണ്ട് ഞാനതിന് തയ്യാറെടുത്ത് കഴിഞ്ഞു. അപ്പോൾ മരിയ, നീ പെട്ടെന്ന് നിരഞ്ജനയെ വിളിക്ക്. നിരഞ്ജനയും ഹണി റോസും മുഖാമുഖം കാണുന്നു. അതാണ് ഉടനെ സംഭവിക്കേണ്ടത്. തുടർന്ന് കാണുന്നത് നിരഞ്ജനയാണ്. നിരഞ്ജന ഫോണിൽ സംസാരിച്ചുകൊണ്ട് നടക്കുകയാണ്. നിരഞ്ജന ചോദിക്കുകയാണ്, സത്യാണോ? അവൾ ഈ സിറ്റിയിലുണ്ടോ? ഏത് ഹോട്ടലിലാണ്? അപ്പോൾ അപർണയ്ക്ക് ഈ വിവരം അറിയാം. അതുകൊണ്ടാണ് അവൾ മുന വെച്ച് സംസാരിച്ചത്. നീ എനിക്ക് ഒരു ഹെൽപ്പ് ചെയ്യണം. അജയ് അവളെ കാണാൻ എത്തിയാലുടൻ എന്നെ വിവരം അറിയിക്കണം. ശരി. ഇത് പറഞ്ഞ് നിരഞ്ജന ഫോൺ കട്ട് ചെയ്യുന്നു. തുടർന്ന് താൻ മനസ്സിൽ പറയുകയാണ്, അളകാപുരിയിൽ നിന്ന് ഇറങ്ങുവാനുള്ള സമയമായി. ഈ സമയത്ത് ഡോറിൽ കൂടെ മുട്ടുന്ന ശബ്ദം കേട്ടുകൊണ്ട് നിരഞ്ജന ഡോർ തുറക്കുകയാണ്. അപ്പോൾ അജയ് ആണ് അകത്തേക്ക് കയറി വരുന്നത്. നിരഞ്ജന പറയുകയാണ്, അജയ് ഇന്ന് വരില്ലെന്നാണ് ഞാൻ കരുതിയത്. ഞാൻ എവിടെ പോകാനാണ്? അല്ല, അജയ്ക്ക് ഇഷ്ടം പോലെ ഫ്രണ്ട്സൊക്കെ ഉള്ളതല്ലേ? എനിക്ക് സീരിയസ് ആയിട്ട് നിരഞ്ജനയോട് ഒന്ന് സംസാരിക്കണം. ഞാൻ സംസാരിക്കാൻ വരുമ്പോഴൊക്കെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് നിരഞ്ജന എന്നെ ഒഴിവാക്കാനാണ് ശ്രമിക്കുന്നത്. നേരം ഇത്രയായില്ലേ അജയ്? സംസാരം ഇനി നാളെ രാവിലെ പോരെ? ഇത് കേട്ടുകൊണ്ട് അജയ് കട്ടിലിലേക്ക് പോയിരുന്നിട്ട് പറയുകയാണ്, ഞാൻ ഈ റൂമിൽ ഉറങ്ങിക്കോളാം. അജയ് എന്തൊക്കെയാണ് ഈ പറയുന്നത്? അതൊന്നും പറ്റില്ല. എനിക്ക് കുറെ ജോലിയുണ്ട്. എനിക്ക് വെളുക്കുന്നവരെ റെഫർ ചെയ്യാനുള്ളതാണ്. നാളെ വാദമുള്ളതാണ്. അതുകൊണ്ട് അജയ് ചെല്ല്. നീ വാദിക്കേണ്ടെന്ന് ആര് പറഞ്ഞു? അജയ് പ്ലീസ് റൂമിലേക്ക് ചെല്ല്. ഞാൻ എന്തിനൊഴിഞ്ഞു പോണം? ഇനി ഞാൻ ഉറങ്ങുന്നത് ഈ റൂമിൽ തന്നെയാണ്. ഉടനെ നിരഞ്ജനയുടെ ഫോണിലേക്ക് കോൾ വരികയാണ്. ഫോൺ എടുത്തിട്ട് നിരഞ്ജന ചോദിക്കുന്നു, ഹലോ, ആരാണ്? നിരഞ്ജനയല്ലേ? അതെ. നിങ്ങളാരാ? എൻ്റെ പേര് പറഞ്ഞാൽ ഓർക്കുമോ എന്നറിയില്ല. നിങ്ങൾ പരിചയപ്പെടുത്തിക്കോളൂ. ഞാൻ ഹണി റോസ് ആണ്. ഇത്രയും കേൾക്കുമ്പോഴേക്കും നിരഞ്ജന ഒന്ന് അമ്പരക്കുന്നുണ്ട്. നിരഞ്ജന അങ്ങനെ മൗനമായി നിൽക്കുമ്പോൾ ഹണി വീണ്ടും ചോദിക്കുകയാണ്, ഹലോ, കേൾക്കുന്നുണ്ടോ? അപ്പോൾ നിരഞ്ജന, ഓ, ഹണി റോസ് ആണ് അല്ലേ? ഇത്രയും കേൾക്കുകയും അജയ് ഒന്ന് ഞെട്ടുന്നു. തുടർന്ന് അമ്പരപ്പോടുകൂടി അജയ് ആ ഇരിപ്പിടത്തിൽ നിന്ന് അങ്ങ് എഴുന്നേൽക്കുകയാണ്. തുടർന്ന് നിരഞ്ജന പറയുകയാണ്, ബാംഗ്ലൂരിലെ ഹണി റോസ് അല്ലേ? ഒരിക്കൽ നമ്മൾ ഇവിടെ വെച്ച് പരിചയപ്പെട്ടിട്ടുണ്ട്. അതെ, എന്താണ് ഹണി റോസ് വിളിച്ചത്? അപ്പോൾ ഹണി റോസ്, ഞാനിപ്പോൾ ഈ സിറ്റിയിലുണ്ട്. ഹണി റോസ് ഈ സിറ്റിയിലുണ്ടെന്നോ? എന്തെങ്കിലും ബിസിനസ് ആവശ്യത്തിന് വന്നതാണോ? അല്ല, എന്നെ കോണ്ടാക്ട് ചെയ്യാൻ എന്താണ് കാരണം? ചില പ്രശ്നങ്ങളുണ്ട്. അത് ഒന്ന് സോൾവ് ചെയ്യണം. എനിക്ക് അതിന് നിരഞ്ജനയുടെ സഹായം ആവശ്യമുണ്ട്. അയ്യോ, എനിക്ക് അത്തരം കേസുകൾ കൈകാര്യം ചെയ്ത് വലിയ പരിചയമില്ല. ഹണി റോസിന്റെ കേസുകളൊക്കെ ബിസിനസ് ഓറിയന്റഡ് ആയിരിക്കുമല്ലോ. ഞാനേ അച്ഛന്റെ നമ്പർ സെൻഡ് ചെയ്യാം. അച്ഛനെ വിളിച്ചാൽ മതി. നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ അച്ഛൻ മിടുക്കനാ. നിരഞ്ജനയുടെ ഈ സംസാരങ്ങളൊക്കെ കേട്ടുകൊണ്ട് അജയ് മുറിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി പോവുകയാണ്. എനിക്ക് നിരഞ്ജനയോടാണ് സംസാരിക്കേണ്ടത്. അത് തികച്ചും വ്യക്തിപരമായ കാര്യങ്ങളാണ്. വ്യക്തിപരമായ കാര്യങ്ങളോ? അതിനു മാത്രമുള്ള ബന്ധങ്ങളൊന്നും നമ്മൾ തമ്മിൽ ഇല്ലല്ലോ. ശരി, നമുക്ക് നേരിട്ട് കാണാം. സമയവും സ്ഥലവും ഒക്കെ ഞാൻ അറിയിക്കാം. താങ്ക് യു. ഗുഡ് നൈറ്റ്. ഇത് പറഞ്ഞ് ഹണി റോസ് ഫോൺ കട്ട് ചെയ്യുകയാണ്. തുടർന്ന് ഉടൻ തന്നെ ഹണി റോസ് അജയെ വിളിക്കുകയാണ്. അജയ് ഫോൺ എടുക്കുമ്പോൾ ഹണി റോസ് പറയുകയാണ്, അജയ്, ഞാൻ അവളെ വിളിച്ചപ്പോൾ നീ അവൾക്കൊപ്പം ഉണ്ടായിരുന്നു എന്ന് എനിക്ക് മനസ്സിലായി. ഇനിയെല്ലാം ഞാനും അവളും തമ്മിൽ. ഇത്രയും പറഞ്ഞിട്ട് ഹണി റോസ് ഫോൺ കട്ട് ചെയ്യുകയാണ്. ഇത്രയും കൂടി കേട്ടപ്പോഴേക്കും എന്തു മറുപടി പറയണമെന്നറിയാതെ അജയ് അങ്ങനെ അമ്പരന്ന് ചുറ്റുപാടുകളും നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. തുടർന്ന് കാണുന്നത് രാധാമണിയെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് മേരിയമ്മയും ജാനകിയും പൊന്നും കൂടി വന്നിരിക്കുന്ന കാഴ്ചയാണ്. പൊന്നു ചോദിക്കുന്നുണ്ട്, എന്തിനാ അമ്മേ നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത്? പൊന്നു, നമ്മൾ എന്തിനാ ഇവിടേക്ക് വന്നതെന്ന് നിന്നോട് നേരത്തെ പറഞ്ഞതല്ലേ, പിന്നെന്തിനാണ് ഇങ്ങനെ ചോദിക്കുന്നത്? അപ്പോൾ മേരിയമ്മ, മോളെ, അവൾ കൊച്ചുകുട്ടിയല്ലേ,
അവൾക്ക് ഇത്രയും സമയം ഇരുന്നപ്പോഴേക്കും മുഷിഞ്ഞു കാണും. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്. മേരിയമ്മേ, എല്ലാം ഇവളോട് വിവരിച്ചു കൊടുത്തിട്ടാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അപ്പോൾ പൊന്നു വീണ്ടും ചോദിക്കുകയാണ്, അമ്മമ്മ ഇന്ന് സംസാരിക്കുമെന്നല്ലേ അമ്മ പറഞ്ഞത്? എന്നിട്ട് ഇതുവരെയും അമ്മമ്മ സംസാരിച്ചില്ലല്ലോ. അതുകൊണ്ടല്ലേ പൊന്നു ചോദിച്ചത്. പൊന്നു, അച്ഛൻ ഡോക്ടറോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് അച്ഛൻ അമ്മമ്മയെ കൂട്ടിക്കൊണ്ടു പോകും. തിടുക്കപ്പെട്ടിട്ട് കാര്യമൊന്നുമില്ല, എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട്. ഉടനെ പൊന്നു രാധാമണിയുടെ മുഖത്തേക്ക് നോക്കി പറയുകയാണ്, അമ്മമ്മയ്ക്ക് ഇനി മുതൽ ഒരുപാട് കാര്യങ്ങൾ പൊന്നുവിനോട് പറയാൻ പറ്റും. അമ്മാമ്മയ്ക്ക് സംസാരിക്കാൻ പറ്റുന്ന എന്തോ ഒരു സൂത്രം ഡോക്ടർ ചെയ്യുന്നുണ്ട്. അത് എന്താന്ന് പൊന്നുവിന് അറിയില്ല കേട്ടോ. പക്ഷേ അമ്മാമ്മ സംസാരിക്കണേ. അമ്മാമ്മ സംസാരിച്ചാലേ വേഗം നമുക്ക് വീട്ടിൽ പോകട്ടോ. അച്ഛൻ ഡോക്ടറോട് സംസാരിച്ചിട്ട് ഇപ്പൊ വരും. പൊന്നുവിന്റെ ഈ സംസാരമൊക്കെ കേട്ട് രാധാമണി അങ്ങനെ പുഞ്ചിരിയോടുകൂടി ഇരിക്കുകയാണ്. തുടർന്ന് കാണുന്നത് ഡോക്ടറെയും അബിയെയുമാണ്. ഡോക്ടർ അബിയോട് പറയുകയാണ്, അബിറാം പറയുന്നത് കേട്ടിട്ട് നമ്മുടെ ഈ പ്ലാൻ സക്സസ് ആകുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അബി, അങ്ങനെ ഒരു പ്രതീക്ഷ മനസ്സിൽ വെച്ചിട്ട് തന്നെയാണ് ഡോക്ടർ ഞാൻ ഈ ചിത്രം വരച്ചുണ്ടാക്കിയത്. നിലവിൽ അയാളെ അമ്മയ്ക്ക് മുൻപിൽ കൊണ്ടുവന്നാൽ നമുക്ക് ഗുണമുണ്ടാവില്ലേ? അപ്പോൾ ഡോക്ടർ, അയാൾക്ക് ഇപ്പോഴും ഈ ചിത്രത്തിലെ ഛായ തന്നെയാണോ? തമ്പിക്ക് നല്ല മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷേ ഞാൻ നല്ലൊരു ആർട്ടിസ്റ്റിനെ തന്നെയാണ് കണ്ടത്. രേഖാചിത്രങ്ങളൊക്കെ വരച്ച് പോലീസിനെ ഒരുപാട് സഹായിച്ചിട്ടുള്ള ഒരാളാണ് അയാൾ. തമ്പിയുടെ ഇപ്പോഴത്തെ ചിത്രം വെച്ചിട്ടാണ് 25 വർഷങ്ങൾക്ക് മുൻപുള്ള തമ്പിയുടെ മുഖം അയാൾ ഭാവനയിൽ കണ്ടത്. അത് ശരി, അപ്പോൾ രൂപം ഒത്തു വന്നിട്ടുണ്ടോ എന്ന് അബിക്ക് ഉറപ്പ് പറയാൻ പറ്റുമോ? അല്ല, നല്ല മാറ്റം അയാൾക്ക് വന്നിട്ടുണ്ടെന്ന് അബിറാം തന്നെയാണ് പറഞ്ഞത്. ആ ഡോക്ടറെ, ഈ ചിത്രം അയാളെ തന്നെ മറ്റൊരു വഴിയിൽ കൂടി ഞങ്ങൾ കാണിച്ചു. ഈ ചിത്രം കാണിച്ച ആൾ എന്നോട് പറഞ്ഞത് അയാൾ അത് കണ്ട് അത്ഭുതപ്പെട്ടു പോയെന്നാണ്. അത് കണ്ടിട്ട് എൻ്റെ ഈ പഴയ ചിത്രം എവിടുന്ന് കിട്ടിയെന്ന് അയാൾ തന്നെ ചോദിച്ചുവെന്ന്. അങ്ങനെ ചോദിക്കണമെങ്കിൽ പിന്നെ സംശയമൊന്നുമില്ലല്ലോ. വളരെ നോർമലായിട്ടാണ് പ്രഗ്നൻസി കാലയളവിൽ അമ്മ ഓർഫനേജിൽ കഴിച്ചു കൂട്ടിയത്. പക്ഷേ ആ സമയത്തും അമ്മയെപ്പറ്റി തമ്പി പലയിടങ്ങളിലും അന്വേഷിക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് അയാൾ ആ ഓർഫനേജിൽ ചെന്നു. അതോടുകൂടിയാണ് അമ്മയുടെ ജീവിതം തകിടം മറിയുന്നത്. തുടർന്ന് ഡോക്ടറോട് അബി ആ സംഭവങ്ങളൊക്കെ പറയുകയാണ്. ആ സമയത്ത് ഈ ഓർഫനേജിലേക്ക് തമ്പി വരുന്നതും തമ്പിയെ കണ്ടുകൊണ്ട് രാധാമണി അലറിക്കരയുന്നതും തുടർന്ന് രാധാമണി മാനസികമായി സമനില തെറ്റിയ അവസ്ഥയിലേക്ക് എത്തുന്നതുമൊക്കെയുള്ള കാര്യങ്ങൾ ഡോക്ടറോട് അബി വിശദീകരിക്കുകയാണ്. തുടർന്ന് അബി ആ ഫോട്ടോ എടുത്ത് ഡോക്ടറെ കാണിക്കുകയാണ്. ഈ ഫോട്ടോ കണ്ടതിന് ശേഷം ഡോക്ടർ പറയുന്നുണ്ട്, വെരി ഗുഡ്, ഞാൻ മനസ്സിൽ കണ്ട കാര്യം അബി മുൻകൂട്ടി ചെയ്തു കഴിഞ്ഞു. ഞാൻ ജാനകിയോട് ഈ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോൾ തന്നെ അബി ഇത്തരത്തിലുള്ളൊരു കാര്യം ചെയ്യുന്നുണ്ട് എന്ന് ജാനകിയും എന്നോട് പറഞ്ഞിരുന്നു. എന്തായാലും ഈ എഫേർട്ടിന് തീർച്ചയായിട്ടും ഫലമുണ്ടാവും. ഉണ്ടാകണം മാഡം. ജാനകിയെക്കുറിച്ച് ഞാൻ മാഡത്തോട് പറഞ്ഞിരുന്നല്ലോ. അനാഥ എന്നുള്ള ഒരു പരിഹാസം അവൾ സഹിക്കാവുന്നതിലും അപ്പുറം അനുഭവിച്ചു. അതാണ് അവളെ അമ്മയെ കണ്ടെത്തിയത് മുതൽ ഇവിടെ വരെ കൊണ്ടുവന്നെത്തിച്ചത്. അത് അവളുടെ അമ്മയാണ് എന്ന് പറയാൻ അവൾക്ക് കഴിയുന്നില്ല. ഇതിൽ അവൾ ജയിച്ച് കാണണം മാഡം. അപ്പോൾ ഡോക്ടർ, നമ്മൾ ശ്രമം തുടരുകയാണ്. ഞാനൊരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഈ പരീക്ഷണത്തിൽ വിജയം കാണുന്നില്ല എങ്കിൽ പിന്നെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതുകൂടി ഞാൻ അബിറാമിനോട് ഓപ്പണായി പറയുകയാണ്. എനിക്ക് മനസ്സിലാകുന്നുണ്ട് മാഡം. ഇനിയെല്ലാം അവൾ വിശ്വസിക്കുന്ന ദൈവത്തിൽ വിട്ടുകൊടുത്തിരിക്കുകയാണ് ഞാൻ. ശരി, അബിറാം പോയിക്കൊള്ളൂ, ഞാൻ വിളിപ്പിക്കാം. തുടർന്ന് കാണുന്നത് ജാനകി ഒരു ഗ്ലാസ് ചായയുമായി രാധാമണിയുടെ അരികിലേക്ക് വന്നിട്ട് പറയുകയാണ്, ഇതാമ്മേ, അമ്മ ഈ ചായ കുടിക്ക്. പക്ഷേ രാധാമണി അത് കേൾക്കുന്നില്ല. അമ്മേ, ഇന്നാ ചായ കുടിക്കമ്മേ. ഉടനെ പൊന്നു പറയുക, ഇങ്ങിതാമ്മേ, ഞാൻ കൊടുക്കാം, ഞാൻ കൊടുത്താൽ അമ്മമ്മ കുടിക്കും. ഇത് പറഞ്ഞുകൊണ്ട് പൊന്നു ആ ഗ്ലാസും ചായയും വാങ്ങി അമ്മമ്മയുടെ നേരെ നീട്ടിക്കൊണ്ട് പറയുകയാണ്, ഇതാമ്മേ, ഈ ചായ കുടിക്ക്. ഇത്രയും കേട്ടപ്പോഴേക്കും പെട്ടെന്ന് രാധാമണി പൊന്നുവിൻ്റെ കയ്യിൽ നിന്നും ആ ചായ വാങ്ങി കുടിക്കുവാൻ ആരംഭിച്ചു. അപ്പോൾ ജാനകി പറയുക, കൊള്ളാം, ഞാൻ ചായ കുടിക്കാൻ പറഞ്ഞിട്ട് അമ്മ അത് കേട്ടതായിട്ട് നടിച്ചു പോലുമില്ല. ഉടനെ മേരിയമ്മ, മോള് സമാധാനമായിരിക്കും. കൊച്ചുമോള് പറയുന്നത് അതേപോലെ അനുസരിക്കുന്നുണ്ടല്ലോ രാധാമണി, അത് തന്നെ ഒരു വലിയ കാര്യമാണ്. തുടർന്ന് ഒരു നേഴ്സ് വന്ന് വിളിക്കുകയാണ്, ജാനകിയും പൊന്നുവും വരൂ, ഡോക്ടർക്ക് സംസാരിക്കാനുണ്ട്. ഇത് കേട്ടിട്ട് പൊന്നു ചോദിക്കുന്നുണ്ട്, നമ്മൾ എന്തിനാ അമ്മ അങ്ങോട്ട് പോകുന്നേ? ഡോക്ടർ പറയുന്നത് പോലെ പൊന്നു അനുസരിക്കണം. അമ്മയെല്ലാം പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ. നമുക്കേ അമ്മമ്മയെ കൊണ്ട് ഇന്ന് സംസാരിപ്പിക്കണം. പൊന്നുവിൻ്റെ കൂടെ സംസാരിച്ചും പറഞ്ഞും വേണം ഇവിടുന്ന് അമ്മമ്മ വീട്ടിലേക്ക് പോകാൻ. അങ്ങനെയാണെങ്കിൽ നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് പോകും അല്ലേ? എന്താ ഇപ്പോൾ സംശയം? നാളെ തന്നെ നമ്മൾ പോകും. തുടർന്ന് ജാനകി മേരിയമ്മയോട് പറയുകയാണ്, മേരിയമ്മേ, അമ്മയെ നോക്കിക്കോണേ. മേരിയമ്മയ്ക്ക് നല്ല ക്ഷീണമുണ്ട്. അതൊന്നും സാരമില്ല, ഞാൻ രാധാമണിയെ നോക്കിക്കൊള്ളാം മോളെ. അപ്പോൾ പൊന്നു പറയുകയാണ്, അമ്മമ്മേ, എന്നാൽ ഞാൻ പോയിട്ട് വരാമേ. ഇത് പറഞ്ഞ് ജാനകിക്കൊപ്പം ഡോക്ടറുടെ റൂമിലേക്ക് പൊന്നു പോവുകയാണ്. ഈ സമയത്ത് നകുലനും തൻ്റെ ഡ്രൈവറുമായിട്ട് ഹോസ്പിറ്റലിലേക്ക് എത്തുന്നുണ്ട്. നകുലൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയ ശേഷം
ചുറ്റുപാടുകളൊക്കെ പരതുമ്പോൾ ഡ്രൈവർ വന്ന് പറയുന്നുണ്ട്, അന്ന് അമ്മയുമായിട്ട് ജാനകി ഇവിടേക്കാണ് വന്നത്. ഗണിച്ചു പറയാൻ നീ ആരടാ, ജ്യോത്സ്യനോ? അവളുടെ നിഴൽ വീണ സ്ഥലങ്ങളിലും അവൾ പോയ എല്ലായിടങ്ങളിലും പരതണം, അവളെ കണ്ടെത്തിയേ പറ്റൂ. ഈ നകുലന്റെ മുമ്പിൽ അവൾ വന്ന് ചാടിയിരിക്കും, വാടാ എന്ന് പറഞ്ഞ് അയാൾ ഹോസ്പിറ്റലിലേക്ക് കയറിപ്പോവുകയാണ്. പിന്നീട് കാണുന്നത് ഡോക്ടറുടെ റൂമിൽ വെച്ച് പൊന്നുവിൻ്റെ ചെവിയിലേക്ക് 2 ഇയർപോഡുകളൊക്കെ വെച്ച് ഡോക്ടർ പൊന്നുവിനോട് ചോദിക്കുകയാണ്, ഇത് എന്താണെന്ന് പൊന്നുവിനറിയാമോ? എനിക്കറിയാം, ഇത് ചെവിയിൽ വെച്ചാൽ എല്ലാം കേൾക്കാം. ചെറിയച്ഛൻ്റെ കയ്യിലുമുണ്ട് ഇതിൽ 2 ആഹാ, ഇത് ചെവിയിൽ വെച്ചുകൊണ്ട് പൊന്നു അമ്മമ്മയോട് സംസാരിക്കാൻ പോവുകയാ. അമ്മമ്മയോട് പറയേണ്ടത് എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം, മോള് അതുപോലെ അമ്മമ്മയോട് ചോദിച്ചാൽ മതി. അപ്പോൾ അഭി ചോദിക്കുന്നുണ്ട്, മേഡം പറയുന്നത് എന്തൊക്കെയാണെന്ന് മോൾക്ക് മനസ്സിലായോ? മനസ്സിലായച്ചാ. പൊന്നു ഇത് കാതിൽ വെച്ച് സംസാരിച്ചിട്ടുണ്ടല്ലോ, പാട്ടും കേൾക്കാം. ഉടനെ ഡോക്ടർ പറയുന്നുണ്ട്, ആഹാ പൊന്നു മിടുക്കിയാണല്ലോ. അപ്പോൾ ജാനകി, പൊന്നുവും അമ്മമ്മയും തമ്മിൽ സംസാരിക്കുന്നതൊക്കെ മാഡം കാണുകയും കേൾക്കുകയും ചെയ്യും. അതനുസരിച്ചായിരിക്കും മാഡം ഓരോ കാര്യങ്ങൾ പൊന്നുവിന് പറഞ്ഞു തരുന്നത്. അതിനുശേഷം പൊന്നുവിനെ മറ്റൊരു റൂമിലേക്ക് കൊണ്ടുപോവുകയാണ്. തുടർന്ന് വീണ്ടും കാണുന്നത് മേരിയമ്മയും രാധാമണിയുമാണ്. അവരിയ്ക്കുന്ന ഇരിപ്പിടത്തിന്റെ തൊട്ടു പുറകിൽ നകുലനും തന്റെ ഡ്രൈവറും കൂടി രാധാമണിയെ അന്വേഷിച്ചു വരുന്നുണ്ട്. രാധാമണിയുടെ തൊട്ടു പിൻപിൽ വരെ നകുലൻ എത്തുന്നുണ്ട്. അവിടെ നിന്നുകൊണ്ട് ചുറ്റുപാടുകളെല്ലാം വീക്ഷിച്ചതിന് ശേഷം വലിയ ദേഷ്യത്തോടു കൂടി അയാൾ അവിടെ നിന്ന് മടങ്ങിപ്പോവുകയാണ്. പിന്നീട് കാണുന്നത് അമ്മമ്മയെ പ്രതീക്ഷിച്ച് അങ്ങനെ ഒരു മുറിക്കകത്ത് പൊന്നു ഇരിക്കുകയാണ്. ഇടയ്ക്ക് പൊന്നു ഉറക്കെ വിളിച്ച് ചോദിക്കുന്നുണ്ട്, അമ്മമ്മ എവിടെ? അമ്മമ്മയെ കാണുന്നില്ല. അപ്പോൾ ഡോക്ടറുടെ ശബ്ദം ഒരു ലൗഡ് സ്പീക്കറിലൂടെ പുറത്തേക്ക് വരുന്നുണ്ട്, ഇപ്പൊ വരും, പൊന്നു അവിടെ ഇരിക്കും. അപ്പോഴേക്കും ഒരു നേഴ്സ് രാധാമണിയെ പൊന്നുവിൻ്റെ അരികിലേക്ക് കൊണ്ടുവന്ന് എത്തിക്കുന്നു. പൊന്നുവിൻ്റെയും രാധാമണിയുടെയും സംസാരവും അവരുടെ ഓരോ നീക്കങ്ങളും നിരീക്ഷിച്ചുകൊണ്ട് ഒരു മോണിറ്ററിൻ്റെ മുൻപിലിരിക്കുകയാണ് ഡോക്ടറും ജാനകിയും അഭിയും. അപ്പോൾ ഡോക്ടർ ചോദിക്കുന്നുണ്ട്, പൊന്നു ഡോക്ടർ ആൻറ്റി പറയുന്നതൊക്കെ പൊന്നു കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? കേൾക്കാം. ഓക്കെ പൊന്നു സംസാരിച്ചോളൂ. ഇത് കേട്ടിട്ട് ഉടൻ തന്നെ പൊന്നു രാധാമണിയുടെ മുഖത്ത് നോക്കി ചോദിക്കുകയാണ്, അമ്മമ്മ എന്താണ് ആരോടും ഒന്നും മിണ്ടാതിരിക്കുന്നത്? അതിൻ്റെ കാരണം പൊന്നുവിനോട് മാത്രം പറഞ്ഞാൽ മതി, ഞാൻ ആരോടും പറയില്ല. ഇത് പറഞ്ഞുകൊണ്ട് രാധാമണിയുടെ കൈ പിടിച്ച് പ്രോമിസ് ചെയ്യുകയാണ്. അമ്മമ്മ എന്താ പൊന്നുവിൻ്റെ അമ്മയോട് മിണ്ടാത്തേ? പൊന്നുവിൻ്റെ അമ്മയ്ക്ക് വലിയ സങ്കടമാണ്. അമ്മമ്മയുടെ മോളാണ് ജാനകി. അമ്മമ്മ ഓർഫനേജിൽ വെച്ചാണ് എൻ്റെ അമ്മയെ പ്രസവിച്ചത്. ഇതൊക്കെ കേട്ടുകൊണ്ട് ജാനകി അങ്ങനെ നിറകണ്ണുകളോടുകൂടി ഇരിക്കുന്ന കാഴ്ചയും കാണുന്നുണ്ട്. തുടർന്ന് വീണ്ടും പൊന്നു പറയുകയാണ്, അന്ന് അമ്മമ്മ ആരോടും പറയാതെ എൻ്റെ അമ്മയെ അവിടെ ഉപേക്ഷിച്ചിട്ട് പോയി. ഇതൊക്കെ കേട്ടിട്ടും ജാനകിയുടെ അമ്മ ഒന്നും പ്രതികരിക്കാതിരിക്കുകയാണ്. ഒരു നിമിഷം പൊന്നുവും സൈലന്റ് ആകുമ്പോൾ ഡോക്ടർ വിളിച്ചിട്ട് പറയുകയാണ്, പൊന്നു കണ്ടിന്യൂ, അമ്മമ്മ സംസാരിക്കാൻ വേണ്ടിയല്ലേ നമ്മളിതൊക്കെ ചെയ്യുന്നത്. പെട്ടെന്ന് പൊന്നു ഡോക്ടറോട് ചോദിക്കുകയാണ്, പൊന്നുവിൻ്റെ അമ്മ എവിടെ ഉണ്ടോ? പൊന്നുവിന് അമ്മയെ കാണണം. ഉടനെ ജാനകി, മോളെ അച്ഛനും അമ്മയും ഇവിടെ തന്നെയുണ്ട്, ഞങ്ങൾക്ക് മോളെ കാണാം. ഡോക്ടർ ആൻറ്റി പറയുന്നത് പോലെ മോള് പറ അമ്മമ്മയോട്. അയ്യോ അച്ഛനെയും അമ്മയും എനിക്ക് കാണാൻ പറ്റുന്നില്ല അച്ഛാ എന്ന് വിളിക്കുമ്പോൾ അഭി പറയുകയാണ്, പൊന്നു എല്ലാ കാര്യങ്ങളും അച്ഛൻ മോളെ പഠിപ്പിച്ചതല്ലേ, അത് മറക്കരുത്, ഇത് അമ്മമ്മയ്ക്ക് വേണ്ടിയുള്ള ട്രീറ്റ്മെൻ്റ് ആണ്. ഞാൻ പറയാം അച്ഛാ എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും പൊന്നു ചോദിക്കുകയാണ്, അമ്മമ്മ മിണ്ടാതിരുന്നാൽ ഞാനങ്ങ് പോവും, എൻ്റെ അമ്മയും പോവും, പിന്നെ അമ്മമ്മ അങ്ങ് തനിച്ചാവും. അമ്മമ്മയ്ക്ക് ഒരു മോളുള്ളപ്പോൾ പിന്നെ എന്തിനാണ് അമ്മമ്മ ഇങ്ങനെ ആരുമില്ലാത്തതുപോലെ കഴിയുന്നത്? ദേ അമ്മമ്മേ, ഞാനും അമ്മയും അങ്ങ് പോവേ. പൊന്നുവിന് പഠിക്കാൻ പോണ്ടേ? പൊന്നുവിൻ്റെ സ്കൂള് അങ്ങ് നാട്ടിലാണ്. അമ്മമ്മയൊന്നും മിണ്ട്. പൊന്നുവിനെയും പൊന്നുവിൻ്റെ അമ്മയെയും മോളെന്നൊന്നും വിളിക്ക്. പൊന്നുവിൻ്റെ ഈ വാക്കുകളുടെയും മുൻപിൽ ജാനകിയുടെ അമ്മ യാതൊരു പ്രതികരണവുമില്ലാതിരിക്കുകയാണ്. പൊന്നു വീണ്ടും പറയുകയാണ്, അമ്മമ്മേ ഒന്ന് വിളിക്ക്, പൊന്നുവിനെ ഒന്ന് വിളിക്കമ്മമ്മേ മോളെന്ന്. അപ്പോഴും മൗനമായിരിക്കുന്ന രാധാമണിയോട് പൊന്നു പറയുകയാണ്, അമ്മമ്മ ശരണാലയത്തിലേക്ക് പൊയ്ക്കൂ, ഞാനും എൻ്റെ അമ്മയും വീട്ടിൽ പോവാ. അമ്മമ്മ മിണ്ടാത്തത് കൊണ്ട് പൊന്നു പോവുകയാണ്. ഇത്രയും കേൾക്കുമ്പോഴേക്കും രാധാമണി പൊന്നുവിൻ്റെ മുഖത്തേക്കൊന്ന് നോക്കുന്നുണ്ട്. അപ്പോൾ പൊന്നു വീണ്ടും പറയുകയാണ്, ഇനി പൊന്നു ഒരിക്കലും അമ്മമ്മയെ കാണാൻ വരില്ല, പൊന്നു പോവേ. അമ്മമ്മ മോളേന്ന് വിളിച്ചാൽ പൊന്നു ഇവിടെ നിൽക്കാം. ഒന്ന് വിളിക്ക് അമ്മമ്മേ, ഒന്ന് മോളേന്ന് വിളിക്ക്, ഇല്ലെങ്കിൽ പൊന്നു ഇനി വരില്ല. പക്ഷേ രാധാമണി അവിടെയും ശില കണക്കേയിരിക്കുകയാണ്. തുടർന്ന് കാണുന്നത് തിങ്കളാഴ്ചത്തെ എപ്പിസോഡിന്റെ പ്രൊമോയാണ്. അജയ് ഹണിറോസിന്റെ മുൻപിലേക്ക് എത്തുമ്പോൾ ഹണിറോസ് ചോദിക്കുകയാണ്, എന്താ നിരഞ്ജനെ കൈവിടുവാൻ അജയ് തയ്യാറല്ലേ? അജയ് അലറിക്കൊണ്ട് ഹണിറോസിനോട് പറയുകയാണ്, അല്ല, നിന്റെ അറിവോടെയാ ഞാൻ അവളെ വിവാഹം കഴിച്ചത്. നിനക്ക് എൻ്റെ കൂടെ പൊറുക്കണമെന്ന് ഒരിക്കലും നീ എന്നോട് പറഞ്ഞിട്ടില്ല. ആ ഒരൊറ്റ വാക്കിന്റെ പുറത്താണ് ഞാൻ വിവാഹത്തിന് തയ്യാറായത്. നിരഞ്ജന എൻ്റെ ഭാര്യയാണ്.
തുടർന്ന് കാണുന്നത് രാധാമണിയുടെ മുൻപിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ജാനകി ചോദിക്കുകയാണ്, അമ്മേ, അമ്മയുടെ മോളാണ് ഞാൻ, എന്നെ ഒന്ന് തിരിച്ചറിയമ്മേ, എന്തിനാ എന്നെ ഇങ്ങനെ അവഗണിക്കുന്നേ? മോളെ എന്നുള്ളൊരു വിളി കേൾക്കുവാൻ വേണ്ടി കൊതിക്കുന്നവളാണമ്മേ ഈ ഞാൻ. ഇത് പറഞ്ഞുകൊണ്ട് ജാനകി പൊട്ടിക്കരയുകയാണ്. ഇതോടെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു. അടുത്ത എപ്പിസോഡുമായി തിങ്കളാഴ്ച വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.